ആദ്യം വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെയാണ് പോകുന്നത്. വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കോളേജ് അധികൃതർക്കെതിരായ പ്രതിഷേധം ശക്തമാവുകയാണ്. ക്യാമ്പസിൽ ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും അരങ്ങേറിയിട്ടും പോലീസ് ഇടപെടും വരെ ആഭ്യന്തര അന്വേഷണം നടത്താനോ വിഷയം റിപ്പോർട്ട് ചെയ്യാനോ ഹോസ്റ്റൽ വാർഡന്റെ ചുമതലയുള്ള ഡീൻ തയ്യാറായില്ല. സംഭവം അറിഞ്ഞില്ലെന്ന വാദമുയർത്തുന്ന കോളേജ് ഡീനിനെ VC സംരക്ഷിക്കുകയാണെന്നാണ് ആരോപണം. കേസിൽ ഉൾപ്പെട്ട 31 വിദ്യാർത്ഥികൾക്ക് പഠന വിലക്ക് ഏർപ്പെടുത്തി. ഇവരെ കോളേജ് ഹോസ്റ്റലിൽ നിന്നടക്കം പുറത്താക്കാനും ആന്റി റാഗിംഗ് കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. അനീസ് അലിയുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. അനീസ് അലി, ഇപ്പോൾ ആരോപണങ്ങളുടെ മുനതിരിയുന്നത് കോളേജ് അധികൃതർക്കെതിരെയാണ്. കാരണം ഇത്രയും വലിയൊരു ആൾക്കൂട്ട വിചാരണ, മർദ്ദനം, അത് 3 ദിവസം പോലും വെള്ളം പോലും കൊടുത്തിട്ടില്ല സിദ്ധാർത്ഥൻ എന്നുള്ള ആരോപണങ്ങളൊക്കെ വരുമ്പോൾ വാർഡന്റെ കൂടെ ചുമതലയുള്ള ഡീൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് നൽകിയത്. അറിഞ്ഞ ശേഷം നടപടിയെടുത്തു എന്നൊക്കെ പറയുന്നു. പക്ഷേ സംഭവിച്ചത് നമുക്കറിയാം. ഇതൊക്കെ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് കോളേജ് അല്പമെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ തയ്യാറായത്. വലിയ പ്രതിഷേധമുയരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇന്നിപ്പോൾ കോളേജിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ, ഒപ്പം അവിടെ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ? ജിൽസി, ഈ കോളേജ് അധികൃതർക്കെതിരെ ഇപ്പോൾ ഈ കോളേജിൽ അക്രമത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികളെ 10 പേരെ അറസ്റ്റ് ചെയ്യുകയും ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇനി 7 പേർ ഒളിവിലാണ്. അതേസമയം കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഈ ക്രിമിനലുകൾക്ക് വലിയ തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മാസം 15-ാം തീയതിയാണ് 2ാം വർഷ BVSC വിദ്യാർത്ഥിയും സിദ്ധാർത്ഥൻ കോളേജിനകത്ത് ക്രൂരമർദ്ദനത്തിനിരയായത്. അതിനുശേഷം അതും കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് 18-ാം തീയതിയാണ് ശുചിമുറിയിൽ ഇദ്ദേഹം തൂങ്ങി മരിച്ച നിലയിൽ സിദ്ധാർത്ഥന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ഇതിനിടയിലുള്ള ഈ 3 ദിവസവും ഈ കോളേജ് ഡീനോ അല്ലെങ്കിൽ കോളേജിലെ മറ്റാരെങ്കിലുമോ, ഹോസ്റ്റൽ ചുമതലയുള്ള വാർഡനാണ് കോളേജ് ഡീൻ, അദ്ദേഹം പോലും ഈ വീട്ടുകാരെ വിളിച്ച് ഈ കാര്യം അറിയിക്കാൻ തയ്യാറായിട്ടില്ല. പോലീസിനും ഈ കാര്യം അറിയിക്കാൻ തയ്യാറായിട്ടില്ല. നമുക്കറിയാം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിക്രൂരമായ മർദ്ദനങ്ങളാണ് ഈ കുട്ടി നേരിടേണ്ടി വന്നത് എന്ന് വ്യക്തമാക്കുന്ന പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതിക്രൂരമായ പീഡനങ്ങൾ ഉണ്ടായിട്ടും 3 ദിവസം കഴിഞ്ഞിട്ടും ഈ പീഡനങ്ങൾ 3 ദിവസവും തുടർന്ന് 3 സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുകൂടി ഇപ്പോൾ ഇന്നലെ നടന്ന ആഭ്യന്തര ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും ഈ ഒരു സംഭവം മരിക്കുന്നത് വരെയും കുടുംബത്തെ അറിയിക്കാൻ അധികൃതർ തയ്യാറായില്ല. അഥവാ ഈ കുടുംബത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോവുകയോ അവിടെ നിന്ന് മാറ്റുകയോ ചികിത്സ നൽകുകയോ ചെയ്തിരുന്നെങ്കിൽ സിദ്ധാർത്ഥിന്റെ ജീവൻ നഷ്ടമാകുമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. ശരിയാണ് അനീസ്, അതായത് വലിയ വീഴ്ച കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില ആരോപണങ്ങൾ കൂടി നേരത്തെ ഉയർന്നിരുന്നു. സിദ്ധാർത്ഥനെതിരായി ഒരു പെൺകുട്ടി പരാതി നൽകിയിരുന്നു. അതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പെൺകുട്ടി നൽകിയെന്ന് പറയുന്ന പരാതിയിൽ പോലും ദുരൂഹതകളുണ്ട്. പെൺകുട്ടിയുടെ പേരിൽ കോളേജിൽ പരാതി എത്തിയത് സിദ്ധാർത്ഥൻ മരിച്ച ദിവസമാണ്. പരാതി ആഭ്യന്തര പരിഹാര കമ്മിറ്റിക്ക് നൽകിയത് ഈ മാസം 20-നും. ഫെബ്രുവരി 18-നാണ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ സിദ്ധാർത്ഥന്റെ മൃതദേഹം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊക്കെ വലിയ ദുരൂഹത നിലനിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി അനീസ്. സിദ്ധാർത്ഥ് മരിച്ച ദിവസം മുതലാണ് പിന്നീട് ഈ കുട്ടി ഈ സിദ്ധാർത്ഥൻ ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയിരുന്നു, അതിന്റെ പേരിലാണ് സംഘർഷം ഉണ്ടായത് എന്ന തരത്തിലുള്ള കഥകൾ രൂപപ്പെട്ടത്. പക്ഷെ ഇതിൽ ഇപ്പോൾ കുറെ കൂടി വ്യക്തതകൾ വരികയാണ്. സിദ്ധാർത്ഥൻ മരിച്ച ദിവസമാണ് ഇങ്ങനെ ഒരു പരാതി കോളേജിൽ എത്തുന്നത്. അത് ഈ പെൺകുട്ടി നൽകി എന്ന് പറയുമ്പോഴും ഇത് പെൺകുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് നൽകിയതാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം സിദ്ധാർത്ഥൻ മരിച്ച് ഇതിൽ അന്വേഷണമൊക്കെ ശക്തിപ്പെടുകയും പ്രതിഷേധം ശക്തമാവുകയും ചെയ്യുന്നതിന് ശേഷം ഈ 18-ാം തീയതി പരാതി ലഭിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം 20-ാം തീയതിയാണ് ഇത് ആഭ്യന്തര പരിഹാര കമ്മിറ്റിക്ക് കൈമാറുന്നത്. ഇവരുടെ അന്വേഷണം ഇവർ 20-ാം തീയതി 26-ാം തീയതി യോഗം ചേർന്നതിന് ശേഷം സിദ്ധാർത്ഥൻ മരിച്ചതിനാൽ ഈ പരാതി തീർപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പരാതി തീർപ്പാക്കുന്ന നിലയാണ് ഉണ്ടായത്. എന്തായാലും ഇത് ഈ സിദ്ധാർത്ഥൻ മരിച്ച ഒരു ദിവസം ഇങ്ങനെ ഒരു പരാതി പെൺകുട്ടി നൽകും എന്ന് സാമാന്യേന നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. മാത്രവുമല്ല, അത് കഴിഞ്ഞ് 2 ദിവസം ഈ പരാതി പരിഹാര സെൽ ചേരുന്നു. ഇത്രയും ക്രൂര പീഡനത്തിനിരയായി മർദ്ദിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥിക്കെതിരെ ഈ സംഭവത്തിനാസ്പദമായ സംഭവം നടക്കുന്നത് 14-ാം തീയതി ഈ വിദ്യാർത്ഥിയോടെന്തോ മോശമായി പെരുമാറി എന്ന തരത്തിലാണ് പരാതി ഉള്ളത്. പക്ഷെ ഇത് കഴിഞ്ഞ് 18-ാം തീയതി വരെ ഈ പെൺകുട്ടിയുടെ പേരിൽ പരാതി എത്തിയിട്ടില്ല. മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ പരാതി കോളേജിൽ എത്തുന്നത് ഈ സിദ്ധാർത്ഥൻ മരിച്ച ദിവസമാണ്, 18-ാം തീയതിയാണ്. ഈ 18-ാം തീയതി എത്തി അതിനുശേഷവും
20-ാം തീയതി ആഭ്യന്തര പരിഹാര കമ്മിറ്റിയിൽ ഈ പരാതി എത്തുന്നു. അത് 20-26-ാം തീയതിയും യോഗം ചേർന്നതിന് ശേഷം സിദ്ധാർത്ഥൻ മരിച്ചതിനാൽ പരാതി തീർപ്പാക്കുന്നു എന്ന തരത്തിൽ ഇത് തീർപ്പാക്കി പോവുകയും ചെയ്തു. ഇത് ഇപ്പോൾ ഉയർന്ന സംശയം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പരാതി പെൺകുട്ടി നൽകിയതോ അല്ലെങ്കിൽ പെൺകുട്ടി നൽകിയിട്ടില്ലെങ്കിൽ പെൺകുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് നൽകിയതോ ആയിരിക്കും എന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഒരു വിദ്യാർത്ഥി മരിച്ചു കിടക്കെ, അതായത് ഈ 4 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി മരിക്കുന്നത് വരെ ഈ പരാതി നൽകാൻ കാത്തിരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് സ്വാഭാവികമായും ഉയരുന്നത്. ഇത് സിദ്ധാർത്ഥന്റെ മരണത്തെ ലഘൂകരിക്കാൻ, ഇത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള ചെറിയ എന്തോ പ്രശ്നങ്ങളുടെ പേരിൽ ഉണ്ടായ ഒരു അടിപിടി ആണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കോളേജ് അധികൃതർ കൂടി കൂട്ടുനിന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും ഇതിൽ ഇപ്പോൾ പിടിയിലായിട്ടുള്ള അഭിഷേക് എസ് എന്ന് പറയുന്ന SFIയുടെ ഭാരവാഹിയായിട്ടുള്ള വിദ്യാർത്ഥി കൂടി ഈ ആഭ്യന്തര പരിഹാര സമിതിയിൽ ഉള്ള വിദ്യാർത്ഥിയാണ് എന്നതുകൂടി പുറത്തു വരുന്നുണ്ട്. ഈ ചുരുക്കത്തിൽ കോളേജ് അധികൃതരുടെ ഉത്തരവാദിത്തപ്പെട്ട കോളേജ് അധികൃതരും അതുപോലെ തന്നെ ഈ പറയുന്ന SFI വിദ്യാർത്ഥികളും എല്ലാം ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു തിരക്കഥയായിരുന്നു ഈ പരാതി എന്ന തരത്തിലാണ് ഇപ്പോൾ തീർച്ചയായും അനീസ് അത്തരം സംശയങ്ങളൊക്കെ വരുന്നുണ്ട്. അനീസ് മാത്രമല്ല, പൊതുവായി ഈ കോളേജിനെ പറ്റി വലിയ പരാതികളാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് ഈ സിദ്ധാർത്ഥന്റെ മരണം പുറത്തു വന്ന ശേഷമാണ് ഈ പരാതികൾ. പക്ഷേ ഇതൊന്നും പൊതുവേദിയിൽ പറയാൻ അവിടുത്തെ വിദ്യാർത്ഥികൾ തയ്യാറാകുന്നില്ല എന്നുള്ളത്. കാരണം അവരെ അധികൃതർ വിലക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ഇതൊക്കെ അതുകൊണ്ട് തന്നെ ഒഫീഷ്യലായി നമുക്ക് എവിടെയും റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരവസ്ഥ കൂടി ഉണ്ടോ അവിടെ?